ഗുഡ് മോർണിംഗ് യൂറോപ്പ് ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ട്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിൽ ബാങ്ക് അവധിക്കാല വാരാന്ത്യത്തിൽ താപനില ഉയരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ സൂചന നൽകുന്നു. നീണ്ട വാരാന്ത്യത്തിനു ശേഷം കാലാവസ്ഥ കൂടുതൽ അസ്വസ്ഥമാകുമെന്ന് സൂചനകളുണ്ട്. ബഹാമാസിന്റെ കിഴക്കുള്ള ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായ എറിൻ ചുഴലിക്കാറ്റിന്റെ തുടർ പ്രവർത്തനങ്ങൾ UK-യിലുടനീളം പ്രത്യേകിച്ച് തെക്കൻ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മഴ കൊണ്ടുവന്നേക്കാമെന്നും സൂചനയുണ്ട്. അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റ് സീസൺ ആരംഭിക്കുന്ന ഈ സമയത്ത് താപനില ഏറ്റവും ചൂടേറിയ ഒന്നായിരിക്കാൻ സാധ്യതയുള്ള വേനൽക്കാലമായേക്കും. UK, വെയിൽസ് ഭാഗങ്ങളിൽ ശനി, ഞായർ ദിവസങ്ങൾ മിക്കവാറും വരണ്ടതായിരിക്കും. കമ്മി നികത്താൻ പുതിയ നികുതി അടിച്ചേൽപ്പിക്കലുമായി റേച്ചൽ റീവ്സ്. 50 ബില്യൺ പൗണ്ടിന്റെ കമ്മി നികത്തുന്നതിന്റെ ഭാഗമായി വീട്ടുടമസ്ഥർക്ക് മേൽ പുതിയ നികുതി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചാൻസലർ റേച്ചൽ റീവ്സ് എന്ന ആരോപണം ഉയരുന്നു. സ്റ്റാമ്പ് ഡ്യൂട്ടി, കൗൺസിൽ ടാക്സ് എന്നീ ഇനങ്ങളിലായി 2 വൻ നികുതി വേട്ടകൾക്കാണ് ചാൻസലർ പദ്ധതി തയ്യാറാക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. വീടുകളുടെ വിൽപ്പന കുറയുന്നതിലും അതുവഴി സർക്കാരിനുണ്ടാകുന്ന വരുമാനത്തിൽ ഇടിവ് വരുന്നതിനും ഒരു കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്ന പ്രോപ്പർട്ടി ടാക്സ് നിയമങ്ങളിൽ പുതിയ മാറ്റം ഈ വരുന്ന ബജറ്റിൽ കൊണ്ടുവരുമെന്നാണ് കരുതുന്നത്. നികുതിക്ക് മുൻഗണന നൽകുന്ന ലേബർ സർക്കാരിന്റെ അടുത്ത നോട്ടം കുടുംബ വീടുകളിലായിരിക്കുമെന്നാണ് കൺസർവേറ്റീവ് പാർട്ടി നൽകുന്ന മുന്നറിയിപ്പ്. സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം കാണുന്ന കുടുംബങ്ങൾക്ക് മേലുള്ള കടുത്ത ശിക്ഷയായിരിക്കും നികുതി വർധനവ് എന്ന് ഷാഡോ ചാൻസലർ മെൽ സ്ട്രൈറ്റ് പറയുന്നു. ലേബറിന് കീഴിൽ നിങ്ങളുടെ വീടോ തൊഴിലോ പെൻഷനോ ഒന്നും സുരക്ഷിതമല്ല എന്നും സ്ട്രൈറ്റ് ആരോപിക്കുന്നു. എല്ലായിടത്തു നിന്നും നികുതി പിഴിയാൻ ചാൻസലർ തയ്യാറെടുക്കുകയാണ് എന്നും സ്ട്രൈറ്റ് ആരോപിക്കുന്നു. UK-യിലെ വോൾവർഹാംപ്ടൺ റെയിൽവേ സ്റ്റേഷന് പുറത്ത് 2 വയോധികരായ സിഖ് വംശജർ വംശീയാക്രമണം നേരിട്ട സംഭവത്തിൽ കടുത്ത പ്രതികരണവുമായി ഇന്ത്യ. UK-യിലെ സിഖ് വംശജരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കറും ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വംശീയാതിക്രമത്തിൽ ഇന്ത്യയിലെ സിഖ് നേതാക്കളും UK-യിലെ സിഖുകാരുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സിഖ് ഫെഡറേഷനും അപലപിച്ചു. ആക്രമത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നതായി ശിരോമണി അകാലി ദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദൽ എക്സിൽ കുറിച്ചു. എന്തു കാരണം പറഞ്ഞാലും സിഖുകാരന്റെ തലപ്പാവ് ബലം പ്രയോഗിച്ച് അഴിപ്പിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ബാദൽ കുറിച്ചു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുവരെയും ക്രൂരമായി ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വംശീയാതിക്രമമാണ് ഇരുവർക്കുമെതിരെ നടന്നതെന്ന് UK പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മർദ്ദനത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും പോലീസ് പറഞ്ഞു. വയോധികരിൽ ഒരാൾ റെയിൽവേ സ്റ്റേഷന് പുറത്തെ റോഡിൽ കിടക്കുന്നതാണ് വീഡിയോ ദൃശ്യങ്ങളിലുള്ളത്. അദ്ദേഹത്തിന്റെ തലപ്പാവ് അരികിലുണ്ടായിരുന്നു. മറ്റൊരു വയോധികനെ ചവിട്ടുന്നതും ഇടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വെള്ളക്കാരായ യുവാക്കളാണ് സിഖ് വംശജരായ വയോധികരെ മർദ്ദിച്ചതെന്നും മർദ്ദനത്തിന് മുൻപ് 2 പേരോടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അക്രമികൾ ചോദിച്ചതായും സംഭവം പകർത്തിയ ദൃക്സാക്ഷിയായ ഒരു സ്ത്രീ പറയുന്നു. കൗമാരക്കാരായ അക്രമികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മർദ്ദനത്തിൽ പരിക്കേറ്റ വയോധികരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ പിന്നീട് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. പുതിയ വീടുകളുടെ വില കുത്തനെ ഇടിഞ്ഞ് ബ്രിട്ടൻ. ബ്രിട്ടനിലെ ചില പ്രദേശങ്ങളിൽ പുതിയതായി പണിത വീടുകളുടെ വില ഇടിയുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. ലണ്ടന് പുറത്തുള്ള ചില പ്രദേശങ്ങളിൽ വീട് വിലയിൽ 40,000 പൗണ്ടിന്റെ വരെ ഇടിവുണ്ടായതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ജൂലൈയിൽ പുതിയ വീടുകളുടെ ശരാശരി ലിസ്റ്റിംഗ് പ്രൈസ് 4,81,917 പൗണ്ടായിരുന്നു എന്ന് എസ്റ്റേറ്റ് ഏജന്റുമാരുടെ സംഘടനയായ പ്രോപ്പർട്ടി മാർക്ക് പറയുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇത് 5,90,032 പൗണ്ടായിരുന്നു. അതായത് ഒരു വർഷം കൊണ്ട് വീടുകളുടെ ശരാശരി വിലയിൽ ഉണ്ടായ ഇടിവ് 19,115 പൗണ്ടാണ് എന്ന് ചുരുക്കം. ചില പ്രദേശങ്ങളിൽ വൻ ഇടിവാണ് വീടുകളുടെ വിലയുടെ കാര്യത്തിൽ കാണുന്നത്. 2004 ജൂലൈക്കും ഈ ജൂലൈക്കും ഇടയിൽ കിഴക്കൻ മിഡ്ലാൻഡ്സിൽ വീടുകളുടെ വിലയിൽ 43,078 പൗണ്ടിന്റെ കുറവാണ് ഉണ്ടായത്. ഡെർബി, നോട്ടിംഗ്ഹാം എന്നീ പട്ടണങ്ങളിലേത് ഉൾപ്പെടെയാണ് കണക്ക്. വാക്ക് വിത്ത് മുതുകാട് ചേഞ്ച് ലൈവ്സ് ത്രൂ BMC ദൗത്യത്തിലേക്ക് ഷാജി ലൂക്കോസും ഭാര്യയും. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനിലൂടെയും സാമൂഹ്യ പ്രവർത്തകനായും വർഷങ്ങളായി UK മലയാളി സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ബെൽഫാസ്റ്റിലെ ഷാജി ലൂക്കോസും ഭാര്യയും കുറച്ചു സമയമെങ്കിലും സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കുന്ന ഇതര സഹജീവികൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാക്ക് വിത്ത് മുതുകാട് ചേഞ്ച് ലൈവ്സ് ത്രൂ BSM ദൗത്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാരും നിരാലംബരുമായ കുട്ടികളുടെ പുനരധിവാസത്തിനായി മനുഷ്യസ്നേഹിയും മാന്ത്രികനുമായ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കാസർഗോഡ് വിഭാവനം ചെയ്തിരിക്കുന്ന സെന്ററിന് വേണ്ടിയാണ് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഈ ദൗത്യം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ട് ലെസ്റ്ററിലെ ബീക്കൺ ഹിൽ കൺട്രി പാർക്കിൽ ഒക്ടോബർ 19 നടക്കുന്ന ഈ 3 മൈൽ ചാരിറ്റി നടത്തത്തിലാണ് ബെൽഫാസ്റ്റിൽ നിന്നുള്ള ദമ്പതികളായ ഷാജിയും ഐസിയും എത്തുന്നത്. മോൺസോ ഡിജിറ്റൽ ബാങ്കിന്റെ സ്വന്തം മൊബൈൽ ഫോൺ സേവനം ഇനി UK-യിൽ. മോൺസോ ഡിജിറ്റൽ ബാങ്ക് അവരുടെ സ്വന്തം മൊബൈൽ ഫോൺ സേവനം UK-യിൽ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇത് ഡിജിറ്റൽ ബാങ്കിന് മറ്റൊരു വരുമാന മാർഗം തുറക്കുന്നതിനോടൊപ്പം മൊബൈൽ മേഖലയിലെ മത്സരം വർദ്ധിപ്പിക്കുകയും ചെയ്യും. 2015 ആരംഭിച്ച ഓൺലൈൻ വഴി മാത്രം ഇടപാടുകൾ നടത്തുന്ന ഈ വായ്പാ ദാതാവ് ഇപ്പോൾ ഡിജിറ്റൽ സിം കാർഡ്സ് വികസിപ്പിക്കുന്ന പ്രക്രിയയിലാണ്. ഫോണിനെ സെല്ലുലാർ നെറ്റ്വർക്കുമായും ഇന്റർനെറ്റുമായും ബന്ധിപ്പിക്കുന്ന ഇൻസേർട്ട് ചെയ്യാവുന്ന ചിപ്പിന്റെ ഒരു സോഫ്റ്റ്വെയർ പതിപ്പാണ് ഇവർ വികസിപ്പിക്കുന്നത്. ഇത് ആകർഷകമായ മൊബൈൽ ഫോൺ ഡീലുകൾക്ക് വഴിതെളിച്ചേക്കും.
ഇതോടെ നിലവിലെ മൊബൈൽ പ്രമുഖരായ വോഡഫോൺ, 3, EE എന്നിവർക്കൊക്കെ കഠിനമായ മത്സരം അഭിമുഖീകരിക്കേണ്ടതായി വരും എന്നാണ് കണക്കാക്കുന്നത്. മൊബൈൽ ഫോൺ വിപണിയിൽ സ്വാധീനമുറപ്പിക്കാൻ ശ്രമിക്കുന്ന ഫിനാൻഷ്യൽ സ്ഥാപനമായ റിവോലൈറ്റ്, ബൈ നൗ പേ ലെറ്റർ സേവനദാതാവായ ക്ലാർന എന്നിവർ ഇപ്പോൾ തന്നെ പരമ്പരാഗത മൊബൈൽ സേവനദാതാക്കൾക്ക് വിപണിയിൽ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഏറ്റവും ഘോരമായ കാട്ടുതീ സീസണിലൂടെ സ്പെയിൻ. കാലഘട്ടത്തിലെ ഏറ്റവും ഘോരമായ കാട്ടുതീ സീസണിലൂടെയാണ് ഇപ്പോൾ സ്പെയിൻ കടന്നു പോകുന്നത്. 1100 പേരുടെ ജീവനെടുത്ത അടുത്ത കാലത്തുണ്ടായ ഉഷ്ണതരംഗമാണ് കാട്ടുതീയെ ഇത്ര തീവ്രമാക്കിയത്. കാർലോസ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തുന്നത് ഓഗസ്റ്റ് 3-നും 18-നും ഇടയിൽ സ്പെയിനിൽ 1149 അധിക മരണങ്ങൾ ഉണ്ടായി എന്നാണ്. അമിത താപമാകാം ഇതിന് കാരണമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. ചിലയിടങ്ങളിൽ താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോയിരുന്നു. ഇതുവരെ 3,82,000-ത്തിലധികം ഹെക്ടർ ഭൂമിയെ കാട്ടുതീ നശിപ്പിച്ചതായാണ് കണക്കുകൾ പറയുന്നത്. ലണ്ടൻ നഗരത്തിന്റെ ഇരട്ടിയിലധികം വിസ്തീർണമുണ്ട് ഇതിന്. അതിനിടെ കാട്ടുതീയുമായി പോരാടി എമർജൻസി വിഭാഗത്തിലെ ജീവനക്കാർ അവശരായി എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. പല ഗ്രാമങ്ങളും കാട്ടുതീയിൽ നശിച്ചപ്പോൾ പലയിടങ്ങളിലും റെയിൽ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കേണ്ടതായും വന്നു. ഒരു അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്നും ജനങ്ങളും മാധ്യമങ്ങളും കൂടുതൽ കരുതലോടെ പെരുമാറണമെന്നും കാട്ടുതീ ഗുരുതരമായി ബാധിച്ച പടിഞ്ഞാറൻ സ്പെയിൻ സന്ദർശിക്കുന്നതിനിടെ പ്രധാനമന്ത്രി പെഡ്രോ സാnchez പറഞ്ഞു. ബെൽ ഹോട്ടൽ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട് കൗൺസിൽ. ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വേദിയായ അഭയാർത്ഥികളെ താമസിപ്പിച്ചിരിക്കുന്ന എപ്പിങ്ങിലെ ബെൽ ഹോട്ടൽ അടച്ചുപൂട്ടാൻ കൗൺസിൽ ഉത്തരവിട്ടു. പ്ലാനിംഗ് പെർമിഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചാണ് ഇത് അടച്ചുപൂട്ടാനുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. അടുത്തിടെ ഈ ഹോട്ടലിന് മുന്നിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ചിലത് അക്രമാസക്തമായിരുന്നു. ഈ ഹോട്ടലിൽ താമസിച്ചിരുന്ന ചില അഭയാർത്ഥികൾ ലൈംഗിക പീഡന കേസുകളിൽ പ്രതികളായതിനെ തുടർന്നാണ് പ്രതിഷേധം ശക്തമായത്. ഇരകളിൽ 14 വയസ്സായ ഒരു പെൺകുട്ടിയും ഉൾപ്പെട്ടിരുന്നു. കറുത്ത ചർമ്മം പ്രശ്നമുള്ളതാണ് എന്നും വെളുത്ത ചർമ്മം ഉന്നതമാണെന്നും ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ സാനക്സ് ഷവർ ജെല്ലിന്റെ ഒരു ടെലിവിഷൻ പരസ്യം UK-യിൽ നിരോധിച്ചു. ഇരുണ്ട ചർമ്മമുള്ള ആളുകളെ കുറിച്ച് സാനക്സ് നെഗറ്റീവ് സ്റ്റീരിയോ ടൈപ്പുകൾ നൽകിയെന്ന 2 പരാതികൾ അന്വേഷിച്ചതിന് ശേഷമാണ് അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി നിരോധന നടപടി സ്വീകരിച്ചത്. അന്തരിച്ച എലിസബത്ത് രാജ്ഞിയുടെ മുഖം ആലേഖനം ചെയ്ത 1 പൗണ്ട് നാണയങ്ങളുടെ 23 ദശലക്ഷത്തിലധികം വരുന്ന അവസാന ബാച്ച് ബ്രിട്ടീഷ് ജനതയ്ക്കായി പുറത്തിറക്കി. 2021-2022 തീയതികളിലുള്ള എലിസബത്ത് 11 നാണയങ്ങളുടെ പ്രകാശനം ബ്രിട്ടീഷ് നാണയ നിർമ്മാണ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷത്തെ അടയാളപ്പെടുത്തുന്നുവെന്ന് റോയൽ മിന്റ് പറഞ്ഞു. അവയ്ക്കൊപ്പം 7.5 ദശലക്ഷം പുതിയ കിങ് ചാൾസ് മൂന്നാമൻ നാണയങ്ങളും പ്രചാരത്തിലുണ്ട്. 2023 മുതൽ UK നാണയങ്ങളിൽ കിങ് ചാൾസ് മൂന്നാമന്റെ മുഖം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മലയാളി ഫെഡറേഷന്റെ 2025-ലെ പ്രവാസി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ മലയാളി ഫെഡറേഷന്റെ 2025-ലെ പ്രവാസി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ജർമ്മനിയിലെ കലാ, സാംസ്കാരിക, നാടക രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി ജോയ് മാണിക്യത്തിനെയും മലയാള സാഹിത്യ രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള കവി ബേബി കാക്കശ്ശേരിയെയും അവാർഡിനായി തിരഞ്ഞെടുത്തു. ജർമ്മനിയിലെ കോളോൺ നഗരത്തിനടുത്തുള്ള ഓയ്ഷ്കിർഷൻ ഡാലംബേസൻ ഹൗസിൽ ഓഗസ്റ്റ് 20 മുതൽ 24 വരെ നടക്കുന്ന 36ാമത് പ്രവാസി സംഗമത്തിന്റെ സമാപന സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് GMF ഗ്ലോബൽ ചെയർമാനും ലോക കേരള സഭാംഗവുമായ പോൾ ഗോപുരത്തിങ്കൽ അറിയിച്ചു. പ്രവാസി സമൂഹത്തിലും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മികവ് തെളിയിച്ച വ്യക്തികളെയാണ് അവാർഡ് നൽകി ആദരിക്കുന്നത്. വ്യവസായ നിയമകാര്യ മന്ത്രി P. രാജീവ്, ജോസ് പുന്നാമ്പറമ്പിൽ, പോൾ തച്ചിൽ, ജോസ് കുമ്പിളുവേലിൽ, CA ജോസഫ് തുടങ്ങിയവരാണ്. കേരള സമാജം ഫ്രാങ്ക്ഫർട്ടിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 13-ന് ഓണാഘോഷം. ജർമ്മനിയിലെ ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മകളിലൊന്നായ കേരള സമാജം ഫ്രാങ്ക്ഫർട്ടിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 13-ന് ഓണാഘോഷം നടത്തും. 13-ന് ഫ്രാങ്ക്ഫർട്ട് സാൽബൌ ബൗൺഹൈമിൽ ഉച്ചയ്ക്ക് 11:30-നാണ് ഓണാഘോഷം തുടങ്ങുക. വിഭവസമൃദ്ധമായ ഓണസദ്യ, ഫ്രാങ്ക്ഫർട്ട് കേരള സമാജം മലയാളം സ്കൂളിലെ കുട്ടികളും പ്രതിഭകളും ചേർന്നൊരുക്കിയ ഓണാഘോഷത്തെക്കുറിച്ചുള്ള ഐതിഹ്യം വിളിച്ചോതുന്ന ലഘുനാടകം, കേരളത്തിന്റെ തനതു കലകളായ തിരുവാതിരകളി, മോഹിനിയാട്ടം കൂടാതെ സംഘനൃത്തങ്ങൾ, ശാസ്ത്രീയ നൃത്തങ്ങൾ, ഓണപ്പാട്ടുകൾ, തമ്പോല എന്നിവയാണ് പരിപാടികൾ. പരിപാടിയിലേക്കുള്ള പ്രവേശന ടിക്കറ്റുകൾ ഓൺലൈനിൽ മാത്രമാവും ലഭ്യമാവുക എന്നും പരിപാടികൾ നടക്കുന്ന ഹാളിൽ ടിക്കറ്റ് വിൽപ്പന ഉണ്ടായിരിക്കില്ല എന്നും ഭാരവാഹികൾ അറിയിച്ചു. അമാലിയ രാജകുമാരിക്കെതിരെ ഡീപ് ഫേക്ക് ഫോൺ ആക്രമണം. നെതർലൻഡ്സിലെ കിരീടാവകാശിയായ കാതറിന അമാലിയ രാജകുമാരിക്കെതിരെ ഡീപ് ഫേക്ക് ഫോൺ ആക്രമണം. കാതറിന അമാലിയ ഉൾപ്പെടെ 70-ലേറെ ഡച്ച് വനിതകളുടെ ഡീപ് ഫേക്ക് ഫോൺ ഓൺലൈനിൽ പ്രചരിച്ചു. FBI-യുമായി സഹകരിച്ച് നെതർലൻഡ്സ് അധികൃതർ ഇവ നീക്കം ചെയ്തു. 2022-ലും രാജകുമാരി സമാനമായ ആക്രമണത്തിന് ഇരയായതായി റിപ്പോർട്ടുകളുണ്ട്. ആംസ്റ്റർഡാം സർവകലാശാലയിൽ പൊളിറ്റിക്സ്, സൈക്കോളജി, നിയമം, ഇക്കണോമിക്സ് എന്നിവയിൽ ബിരുദ പഠനം നടത്തിയ വേളയിൽ രാജകുമാരി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയമത്തെക്കുറിച്ചും ഡീപ് ഫേക്ക് ഫോൺ ആക്രമണത്തെക്കുറിച്ചും പ്രബന്ധം എഴുതിയിട്ടുണ്ട്. മാതാപിതാക്കളായ വില്യം അലക്സാണ്ടർ രാജാവും മാക്സിമ രാജ്ഞിയും രാജകുമാരിക്ക് പിന്തുണ നൽകുന്നുണ്ട്.
ആംസ്റ്റർഡാം സർവകലാശാലയിൽ നിന്ന് ഡച്ച് നിയമത്തിൽ ബിരുദ പ്രവേശനത്തിന് ഒരുങ്ങുകയാണ് കാതറിന അമാലിയ രാജകുമാരി. US വിനോദസഞ്ചാരിയുടെ പേഴ്സ് മോഷ്ടിച്ച കൗമാരക്കാരി പിടിയിൽ. വെനീസിലെ സാന്താ മരിയ ഡെൽ ഗിഗ്ലിയോ പ്രദേശത്ത് US വിനോദസഞ്ചാരിയുടെ പേഴ്സ് മോഷ്ടിച്ച കൗമാരക്കാരി പിടിയിൽ. 14 വയസ്സുള്ള ഇറ്റാലിയൻ പെൺകുട്ടിയാണ് പിടിയിലായത്. US വിനോദസഞ്ചാരിയുടെ പാസ്പോർട്ടും പണവും അടങ്ങിയ പേഴ്സാണ് പെൺകുട്ടി മോഷ്ടിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട വിനോദസഞ്ചാരി പെൺകുട്ടിയെ മുടിയിൽ കുത്തിപ്പിടിച്ച് നിർത്തുകയായിരുന്നു. പോലീസിന് വിനോദസഞ്ചാരി പെൺകുട്ടിയെ കൈമാറി. ഇനി ആനന്ദ് ട്രാവൽ പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 117.43 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 87.04 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 101.27 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 62.05 ഇന്ത്യൻ രൂപ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി.